ഇത്രയും വലിയൊരു വീട് നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയതല്ല. എല്ലാം സൂചേട്ടന്റെ തന്ന സമ്മാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചത്. കൊല്ലസൂരിന്റെ വീടാണോ ഇത്? ആണോ? ഇവിടെ താമസിക്കണ്ടേ നമുക്ക്? ആണോ? ഇഷ്ടപ്പെട്ടോ വീട്? ഇതപ്പാ ഇങ്ങോട്ട് വാ വന്നേ. ചേച്ചി ഇപ്പം ഇനിയിപ്പോ കുറച്ച് മാസങ്ങൾ കൂടിയുള്ള കാത്തിരിപ്പേ ഉള്ളൂ. അതിനുശേഷം എന്താ പറയാ, സൂചേട്ടന്റെ വീടെന്ന സ്വപ്നം പൂവണിയുമാണ്. നിങ്ങളെ കുടുംബത്തിന് ഒരുമിച്ച് ഇനി ആരും വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള പേടിയില്ല, വേണ്ട. അതെ. ഇവിടെ വന്ന് കാണുമ്പോ എന്താ തോന്നുന്നേ? ആശ്ചര്യം, അത്ഭുതം. കാരണം ഇത്രയും വലിയൊരു വീട് നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയതല്ല. എല്ലാം സൂചേട്ടൻ തന്ന സമ്മാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചത്, അത്രേ പറയാനുള്ളൂ. ഇത്ര വലിയൊരു വീടാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇത്ര വലിയ വീടാണെന്നല്ല, പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്നത്തേക്ക് ഹൗസ് വാമിംഗ് നടത്താൻ അവർ പറഞ്ഞിട്ടുണ്ടോ? KSDC നമ്മളുടെ അടുത്ത് പറഞ്ഞ 4 മാസം. ഇപ്പൊ കാരണം വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പൈപ്പ് കിട്ടുന്നല്ലേ ഉള്ളൂ. എന്താ പറയാനുള്ളത്? എത്രാം തവണ ഇവിടെ വരുന്ന ഇപ്പോ? ഇഷ്ടപ്പെട്ടോ വീട്? ഇതിപ്പോ എന്താ പറയാനുള്ള? ഇഷ്ടപ്പെട്ടോ വീട്? ആണോ? കൊല്ലസൂരിന്റെ വീടാണോ ഇത്? ആണോ? ഇവിടെ താമസിക്കണ്ടേ നമുക്ക്? ആണോ? നമുക്ക് ഇവിടെ താമസിക്കണ്ടേ? ചേച്ചി ഇവിടെ എത്ര ബെഡ്റൂം ആണുള്ളത്? ഇവിടെ 3 ബെഡ്റൂം. 3 ബെഡ്റൂം ഉണ്ടല്ലേ? അതെ. അതൊരു ബെഡ്റൂം. ഞങ്ങൾക്ക് കിച്ചുവിന്റെ ബെഡ്റൂം ആക്കി. ബാത്റൂം ഇതെല്ലാം അറ്റാച്ച്ഡ് ആണ് വരുന്നത്? ഇത് കൂടാണ്ട് 2 ബെഡ്റൂം കൂടെ? 2 ബെഡ്റൂം കൂടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ബെഡ്റൂം, എന്റെ ഋതുലിന്റെ. ഇത് അറ്റാച്ച്ഡ് ആണല്ലേ? അറ്റാച്ച്ഡ് ആണ്. കിച്ചൺ സ്പേസ് വരുന്നത്? കിച്ചൺ അങ്ങേ സൈഡിൽ ഓപ്പൺ കിച്ചൺ ആണ്. ഇതൊരു ബെഡ്റൂം ആണ്? ഇതൊരു ബെഡ്റൂം, ഇതൊരു ബാത്റൂം. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇത് ലിവിംഗ് ഏരിയ. കിച്ചൺ എവിടെയാണ്? സിറ്റ് ഔട്ട്, അത് ചെറിയ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി വീടാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ചേച്ചി ഇവിടെ ഒന്ന് കണ്ടപ്പോ എന്താ തോന്നി? വന്നപ്പോ പറഞ്ഞ പോലെ തന്നെ സന്തോഷം, പിന്നെ സൂചേട്ടന്റെ പ്രസൻസ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി വീടാണ് തോന്നുന്നല്ലേ? എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള വീടാണ്. നമ്മള് പ്രതീക്ഷിക്കാത്തതിലും കൂടുതലും സൗകര്യം. ഇവർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കാറുണ്ടായിരുന്നോ? ഞാൻ വരത്തില്ലായിരുന്നു, പപ്പ വരുമായിരുന്നു. പപ്പ എന്നും വരുമായിരുന്നു. ഞാൻ ചിന്നു വന്നെന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, ലക്ഷ്മി വന്നെന്ന്. ലക്ഷ്മി നക്ഷത്രയുടെ വ്ലോഗിലാണ് ഞാനും ഈ വീട് ആദ്യമായിട്ട് കാണുന്നത്. സന്തോഷമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, സന്തോഷമുണ്ട്, അതുപോലെ തന്നെ വിഷമമുണ്ട്. ചേട്ടന്റെ കാര്യം ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ, സ്വന്തം മണ്ണിൽ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? എല്ലാവരും ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ അല്ലേ? അതെ.